ഗൈസ്, ഇത് നമ്മുടെ വണ്ടിയുടെ മീറ്ററാണ്. അപ്പം പല ആൾക്കാർക്കും ചില കാര്യങ്ങളൊന്നും അറിയില്ല. അതായത് നമ്മുടെ വാർണിംഗ് ലൈറ്റ്സ് ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണുള്ളത്. ഇങ്ങനെ സ്റ്റാർട്ടിങ്ങിലുള്ള സമയത്ത് ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ ലൈറ്റും ഓഫ് ആവണം. അതായത് വാർണിംഗ് ലൈറ്റ്സ് ഒക്കെ ഓഫ് ആവണം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാതെ നമ്മൾ കീ ഓണാക്കുന്ന സമയത്ത് ലൈറ്റൊക്കെ തെളിഞ്ഞു വരും. ശേഷം എന്ത് ചെയ്യണം, നമ്മൾ വണ്ടി സ്റ്റാർട്ടിൽ ആയ ഉടനെ തന്നെ ഈ ലൈറ്റൊക്കെ ഓഫ് ആവുന്നതായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ ഇത് ഓഫ് ആവാത്തത് വണ്ടി ഹാൻഡ് ബ്രേക്കിലാണ്. അതായത് ഹാൻഡ് ബ്രേക്കിൻ്റെ ആ ഒരു വാർണിംഗ് ലൈറ്റാണ് കാണുന്നത്. ഇനിയിപ്പോൾ ഞാനതൊന്ന് റിലീസ് ചെയ്യാം. ഓഫ് ആകുന്നത് നിങ്ങളൊന്ന് കണ്ടോ? ഇപ്പോൾ കണ്ടോ, ഹാൻഡ് ബ്രേക്കിൻ്റെ ആ ഒരു സംഭവം ഓഫായിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് അവിടെ ബ്ലിങ്ക് ആവുന്ന ലൈറ്റ് എന്ന് വെച്ചാൽ പെട്രോൾ ഡൗൺ ആണെന്നാണ് അവിടെ കാണിക്കുന്നത്. ഇനി ഇതല്ലാതെ ഞാൻ കാണിച്ചു തരാം. ഇതല്ലാതെ നമ്മളെ വണ്ടി ഇനിയിപ്പോൾ ഞാനൊന്ന് ഓഫ് ചെയ്യുകയാണ്. നമ്മൾ ഓഫ് ചെയ്തു, വണ്ടി ഓഫ് ചെയ്തു. ശേഷം നമ്മൾ സ്റ്റാർട്ടാക്കുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, വണ്ടി ജസ്റ്റ് ചാവി അടിച്ച് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ ബാറ്ററിയുടെ സിമ്പൽ കാണാം. ഈ ബാറ്ററിയുടെ സിമ്പൽ നമ്മൾ എന്ത് ചെയ്യണം, ബാറ്ററിയുടെ സിമ്പൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാർണിംഗ് ലൈറ്റ്സ് നമ്മൾ സ്റ്റാർട്ടാക്കുമ്പോൾ, ഇനിയിപ്പോൾ ഞാൻ സ്റ്റാർട്ടാക്കുന്നുണ്ട്, സ്റ്റാർട്ടാക്കുമ്പോൾ ഇത് ഓഫ് ആവണം. ഞാൻ കാണിച്ചു തരാം. ഓഫായത് കണ്ടോ? അപ്പോൾ അത് ഓഫായിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലായിരിക്കണം കാര്യങ്ങൾ. ഇനി ഇൻ കേസ് നിങ്ങളുടെ വണ്ടി സ്റ്റാർട്ടിങ്ങിലായിട്ടും ഈ ഒരു ബാറ്ററിയുടെ സിമ്പൽ അവിടെ കാണിക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ വർക്ക്ഷോപ്പിലേക്ക് പോയി നിങ്ങളുടെ ഓൾട്ടർനേറ്റർ ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ ബാറ്ററിയുടെ ചാർജ് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇതാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറഞ്ഞാൽ. പല ആൾക്കാർക്കും അറിയില്ല വാർണിംഗ് ലൈറ്റ് എങ്ങനെയാണെന്നുള്ള കാര്യം. അപ്പം നമ്മുടെ ഹാൻഡ് ബ്രേക്കിൻ്റെ കാര്യമാക്കേണ്ട, അത് ഹാൻഡ് ബ്രേക്ക് താഴ്ത്തിയപ്പാട് പോവും. അതുപോലെ പെട്രോളിൻ്റെ വാർണിംഗ് ലൈറ്റ് നോക്കുക, നമ്മൾ കറക്റ്റായിട്ട് പെട്രോൾ അടിക്കുക. ഇനിയിപ്പോൾ ചെക്ക് എഞ്ചിൻ വാർണിംഗ് ലൈറ്റ് ആണെങ്കിൽ വർക്ക്ഷോപ്പ് പോവുക. അതുപോലെ തന്നെ ബാറ്ററിയുടെയാണ് കാണിക്കുന്നതെങ്കിലും നമ്മൾ തൊട്ടടുത്തുള്ള വർക്ക്ഷോപ്പിൽ നിർബന്ധമായും പോവുക. ഓക്കെ, താങ്ക് യു.